കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പി.ടി. തോമസിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും എം.എൽ.എയുമായ ഉമാ തോമസ് പറയുന്നു. എന്നാൽ പി.ടി. തോമസ് പിൻവാങ്ങിയില്ല. 3 ദിവസം പി.ടി. തോമസിൻ്റെ മൊഴിയെടുത്തെന്ന് പി.ടി. തോമസ് പറഞ്ഞിരുന്നു. വലിയ സമ്മർദ്ദത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയതെന്നാണ് ഉമാ തോമസ് ഇപ്പോൾ ഓർമ്മിക്കുന്നത്. കുറച്ച് വൈകിപ്പോയി എന്നുള്ള തോന്നലുണ്ട്. പക്ഷേ ഡിസംബർ 8-നാണെങ്കിലും അതിൻ്റെ വിധി വരുമ്പോൾ തീർച്ചയായിട്ടും അത് നടിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് വലിയ രീതിയിൽ മൊഴിയെടുക്കലൊക്കെ നടത്തിയിട്ടുണ്ട്. പി.ടി. തോമസ് തന്നെ 3 ദിവസം ഇതിനായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊഴിയെടുക്കാനായിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സത്യസന്ധമായിട്ട് തന്നെ ഒരു വിധി ഇതിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊച്ചിയിൽ നിന്ന് റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നു. റാഫി കരീം, ഉമാ തോമസ് എം.എൽ.എ വലിയ പ്രതീക്ഷയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഡിസംബർ 8-ാം തീയതിയാണ് ഈ കേസിൽ വിധി വരിക. പറയൂ. തീർച്ചയായും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് പി.ടി. തോമസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന അസാധാരണമായ നിയമ പോരാട്ടത്തിൽ പി.ടി. തോമസിന്റെ ഒരു പങ്ക് വളരെ വലുതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പി.ടി. നേരിട്ട സമ്മർദ്ദങ്ങളെക്കുറിച്ച് ഓർത്തെടുത്ത് പറയുകയാണ് ഉമാ തോമസ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി.ടി. തോമസ് മൊഴി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതരുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായി എന്നുള്ളതാണ് ഉമാ തോമസ് പറയുന്നത്. അത്ര സ്ട്രോങ് ആയി ഈ കേസിൽ ഇടപെടേണ്ട എന്ന് അദ്ദേഹത്തിന്റെ പല സ്നേഹിതരും പി.ടി. തോമസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ സമയത്ത് അതിന് പി.ടി. നൽകിയ മറുപടി, ഞാൻ ഒന്നും കൂട്ടിയും പറയില്ല, ഞാനൊന്നും കുറച്ചും പറയില്ല, പക്ഷെ നടന്ന സംഭവം അത് കൃത്യമായി തന്നെ ഞാൻ പറയും, നിയമത്തിനൊപ്പം നിൽക്കും, നീതിക്ക് വേണ്ടി നിൽക്കും എന്നുള്ളതായിരുന്നു. ആ നിലയിൽ തന്നെയുള്ള പോരാട്ടമായിരുന്നു പി.ടി. തോമസിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് ഉമാ തോമസ് ഓർത്തെടുത്ത് പറയുന്നു. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ദിവസമാണ് പി.ടി. തോമസിനെ മൊഴിയെടുത്തത്. രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന മൊഴിയെടുപ്പാണ് ഉണ്ടായത്. ഈ സമയങ്ങളിലെല്ലാം വലിയ സമ്മർദ്ദം പി.ടി. തോമസ് അനുഭവിച്ചിരുന്നു. ഒരു വക്കീലായിരുന്നിട്ട് പോലും പല രീതിയിലുള്ള ചോദ്യങ്ങൾ പി.ടി. തോമസിന് നേരിടേണ്ടി വന്നു. പല തോതിലുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സംഭവം ഉണ്ടായ വിവരം ആദ്യം പി.ടി. അറിയുന്നതിന് തൊട്ട് പിന്നാലെ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോകുന്നു. പിന്നീട് മടങ്ങിയെത്തിയതിനു ശേഷം പി.ടി. തോമസിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. IG അടക്കം വിളിച്ച് രമേശ് ചെന്നിത്തല അടക്കം വിവരം അറിയിച്ച് ഈ കേസിൽ ആ കുട്ടിക്ക് വേണ്ടി, ആ നടിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിൽ പി.ടി. ഉറച്ചു നിന്നുവെന്നും ഉമാ തോമസ് പറയുന്നു. എന്തായാലും ഡിസംബർ 8-ാം തീയതി കേസുമായി ബന്ധപ്പെട്ട് വിധി വരുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. നീതിപീഠത്തിൽ നിന്ന് ആ നടിക്ക്, അക്രമം നേരിട്ട നടിക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ഉമാ തോമസ് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.